അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നന്മയുടെയും അറിവിന്റെയും ഈ വിജ്ഞാന സദസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചെറുതുവലുതുമായ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് നിറവേറ്റിത്തരട്ടെ, ആമീൻ. വിശുദ്ധ റമളാനിന് തൊട്ടുമുമ്പ് വരുന്ന മാസമായതിനാൽ വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണിത്. റമളാൻ മാസത്തെ സ്വീകരിക്കാനായി വിശ്വാസികളെ ഒരുക്കുന്ന ഒരു കാലഘട്ടമായി ഈ മാസത്തെ കാണുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ഈ മാസത്തിൽ ധാരാളമായി നോമ്പ് അനുഷ്ഠിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയിരുന്നു. ഐഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത റിപ്പോർട്ടുകൾ പ്രകാരം റമളാൻ കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ഷഅബാൻ മാസത്തിലായിരുന്നു. റമളാനിലെ വലിയ ആരാധനകൾക്ക് മുന്നോടിയായി മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. മനുഷ്യരുടെ കർമ്മങ്ങൾ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ആരാധനകളിലും പ്രാർത്ഥനകളിലും മുഴുകിയിരിക്കുമ്പോൾ തന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ അവിടുന്ന് ആഗ്രഹിച്ചു. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും പാപമോചനം തേടാനും ഈ മാസം വിശ്വാസികൾ വിനിയോഗിക്കുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ പല സംഭവങ്ങൾക്കും ഷഅബാൻ മാസം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മുസ്ലിംകൾ പ്രാർത്ഥനയ്ക്കായി തിരിഞ്ഞു നിൽക്കുന്ന ഖിബ്ല മസ്ജിദുൽ അഖ്സയിൽ നിന്നും മക്കയിലെ കഅബയിലേക്ക് മാറ്റപ്പെട്ടത് ഈ മാസത്തിലാണ്. നബിമാരുടെ ചരിത്രമെടുത്താൽ ഓരോ പ്രവാചകനും തങ്ങളുടെ ജനതയെ നേർവഴിയിലേക്ക് നയിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരെല്ലാം കാണിച്ചു തന്ന ആത്മീയ പാതയുടെ തുടർച്ചയായാണ് ഇത്തരം വിശുദ്ധ മാസങ്ങളെ വിശ്വാസികൾ നോക്കിക്കാണുന്നത്. റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഒരു ആത്മീയ പരിശീലന കാലയളവായി ഷഅബാനിനെ കണക്കാക്കാം. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഉത്തമമാണ്. അശ്രദ്ധയിലായി പോകാൻ സാധ്യതയുള്ള ഒരു മാസമായതിനാൽ തന്നെ ഇതിലെ ആരാധനകൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഷഅബാൻ മാസം പാപമോചനത്തിന്റെയും കാരുണ്യത്തിന്റെയും കാലമാണെങ്കിലും ചില പ്രത്യേക സ്വഭാവങ്ങൾ വെച്ചു പുലർത്തുന്നവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേക പരിഗണന ലഭിക്കുകയില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഷഅബാൻ പകുതിയാകുന്ന രാത്രിയിലെ ബറാഅത്ത് രാവ് പുണ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഹദീസുകളിലാണ് ഈ വിഭാഗങ്ങളെക്കുറിച്ച് പ്രധാനമായും മുന്നറിയിപ്പ് നൽകുന്നത്. അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർ അഥവാ ഷിർക്ക് ചെയ്യുന്നവരാണ് ഇതിൽ ആദ്യത്തെ വിഭാഗം. ഏകദൈവ വിശ്വാസത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കുകയില്ല. വിശ്വാസത്തിന്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കേണ്ടത് ഏതൊരു മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഇതിനെക്കുറിച്ച് മുൻകാല പ്രവാചകന്മാരായ ഇബ്രാഹിം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം തുടങ്ങിയവരും കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മറ്റൊരു വിഭാഗം ഹൃദയത്തിൽ വിദ്വേഷവും ശത്രുതയും വെച്ചു പുലർത്തുന്നവരാണ്. സഹോദരങ്ങളോടോ മറ്റു മനുഷ്യരോടോ പിണക്കത്തിലായിരിക്കുകയും അവരോട് പക സൂക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ഈ മാസത്തിന്റെ ആത്മീയ ഗുണങ്ങൾ ലഭിക്കില്ല. റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പരസ്പരമുള്ള തർക്കങ്ങൾ പരിഹരിക്കാനും ഹൃദയം ശുദ്ധീകരിക്കാനും വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബികൾ ഹൃദയവിശുദ്ധിയുടെ കാര്യത്തിൽ വലിയ മാതൃകകളായിരുന്നു. മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവർക്കും അവരോട് അനുസരണക്കേട് കാണിക്കുന്നവർക്കും അള്ളാഹുവിന്റെ കാരുണ്യം തടയപ്പെടുമെന്ന് ഹദീസുകൾ വ്യക്തമാക്കുന്നു. ഇസ്ലാമിൽ മാതാപിതാക്കൾക്ക് നൽകിയിട്ടുള്ള സ്ഥാനം വളരെ വലുതാണ്. അവരോടുള്ള പെരുമാറ്റം ശരിയല്ലെങ്കിൽ എത്ര വലിയ ആരാധനകൾ ചെയ്താലും അത് സ്വീകരിക്കപ്പെടാൻ തടസ്സമാകും. കൂടാതെ അഹങ്കാരത്തോടെ വസ്ത്രം ധരിക്കുന്നവർ, തന്റെ വസ്ത്രം തറയിൽ തട്ടുന്ന വിധം താഴ്ത്തിയിടുക, മദ്യപാനത്തിൽ മുഴുകുന്നവർ, കുടുംബബന്ധം മുറിച്ചു മാറ്റുന്നവർ എന്നിവരെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ പാപമോചനം ലഭ്യമാകൂ. ഷഅബാൻ മാസത്തിലെ ആത്മീയ ഔന്നത്യം ലഭിക്കാത്ത വിഭാഗങ്ങളെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മുന്നറിയിപ്പുകൾ വളരെ ഗൗരവമുള്ളതാണ്. അള്ളാഹുവിന്റെ കരുണ വിശാലമാണെങ്കിലും ചില മനോഭാവങ്ങൾ ആ കാരുണ്യത്തിന് തടസ്സമായി നിൽക്കുന്നു. പരമമായ സത്യമായ ഏകദൈവ വിശ്വാസത്തിൽ മറ്റാരെയെങ്കിലും പങ്കുചേർക്കുന്നവർക്ക് മുശ്രിക് അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കില്ല. ഇത് മനസ്സിന്റെയും വിശ്വാസത്തിന്റെയും തലത്തിലുള്ള അശുദ്ധിയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകന്മാരും ഷിർക്കിനെതിരെ ശക്തമായി പോരാടിയവരാണ്. അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട ആരാധനകളും അധികാരങ്ങളും മറ്റൊരാൾക്ക് നൽകുന്നത് വഴി ഒരാൾ അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് സ്വയം അകന്നുപോവുകയാണ് ചെയ്യുന്നത്. ഹൃദയത്തിൽ വിദ്വേഷവും പകയും മുഷാഹിൻ കൊണ്ട് നടക്കുന്നവരാണ് മറ്റൊരു പ്രധാന വിഭാഗം. മറ്റുള്ളവരോടുള്ള ശത്രുത കാരണം സംസാരിക്കാതിരിക്കുകയും ബന്ധം മുറിക്കുകയും ചെയ്യുന്നവരുടെ
പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സഹോദരനോടുള്ള പിണക്കം 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടുപോകാൻ പാടില്ലെന്നത് ഇസ്ലാമിലെ കർശനമായ നിയമമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികൾ ഹൃദയത്തിൽ നിന്ന് വെറുപ്പ് തുടച്ചു നീക്കുന്നതിനെക്കുറിച്ച് വിശ്വാസികളെ നിരന്തരം ഉപദേശിക്കാറുണ്ടായിരുന്നു. അഹങ്കാരത്തിന്റെ ഭാഗമായി വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നത് മുസ്ബിൽ പണ്ടുകാലത്ത് വലിയൊരു സാമൂഹിക തിന്മയായിരുന്നു. അള്ളാഹുവിനോടുള്ള വിനയത്തിന് പകരം തന്റെ സമ്പത്തിലും പദവിയിലും അഹങ്കരിക്കുന്നത് വലിയ തെറ്റായാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ മദ്യപാനം പതിവാക്കിയവർക്കും ശഅബാൻ മാസത്തിന്റെ സവിശേഷമായ പാപമോചനം ലഭിക്കില്ല. ലഹരി മനുഷ്യന്റെ ചിന്തയെയും ആരാധനയെയും നശിപ്പിക്കുന്നു എന്നതാണ് ഇതിന് കാരണം. കുടുംബബന്ധം മുറിക്കുന്നവർക്കും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർക്കും അള്ളാഹു ഈ മാസത്തിൽ പാപമോചനം നൽകില്ല എന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. സ്വന്തം മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തിയിരിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസുകളിൽ കുടുംബബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഒരാൾ എത്ര വലിയ ഇബാദത്തുകൾ ചെയ്താലും മാതാപിതാക്കളോടുള്ള പെരുമാറ്റം മോശമാണെങ്കിൽ ആ ആരാധനകൾ ഫലം നൽകില്ല. അന്യായമായി ഒരാളെ കൊലപ്പെടുത്തിയവരും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. മനുഷ്യജീവന് ഇസ്ലാം നൽകുന്ന വില അത്രമേൽ വലുതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ശഅബാൻ മാസം കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളും അള്ളാഹുവുമായുള്ള ബന്ധവും ശരിയാക്കിയെടുക്കാനുള്ള ഒരു ശുദ്ധീകരണ കാലമാണെന്നാണ്. ശഅബാൻ മാസത്തിന്റെ ആത്മീയ നേട്ടങ്ങൾ സ്വന്തമാക്കാനും അള്ളാഹുവിന്റെ പാപമോചനം നേടിയെടുക്കാനും ഗൗരവമായ ചില തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. റമളാനിലേക്ക് ശുദ്ധിയുള്ള മനസ്സോടെ പ്രവേശിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്നവയാണ്. ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ആത്മാർത്ഥമായ തൗബയാണ്. നാം അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് ഖേദിക്കുകയും അവ ഇനി ആവർത്തിക്കില്ലെന്ന് അള്ളാഹുവിനോട് ഉറച്ചു പ്രതിജ്ഞ ചെയ്യുകയും വേണം. അള്ളാഹുവിന്റെ കരുണയിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം മടക്കങ്ങളെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. ഇതിനായി അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവോട് ഞാൻ പാപമോചനം തേടുന്നു എന്ന ദിക്ർ ധാരാളമായി വർദ്ധിപ്പിക്കുക. നബിചര്യ പിന്തുടർന്ന് ശഅബാൻ മാസത്തിൽ അധികമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നത് പാപമോചനത്തിന് ഉത്തമമായ വഴിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ മിക്കവാറും ദിവസങ്ങളിൽ നോമ്പുകാരനായിരുന്നു. ശരീരത്തെയും ഇച്ഛകളെയും നിയന്ത്രിക്കാൻ നോമ്പ് സഹായിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഈ പ്രവർത്തനത്തെ വളരെ പ്രാധാന്യത്തോടെ വിവരിച്ചിട്ടുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകളില്ലാത്തവർക്ക് ഈ മാസത്തിൽ നോമ്പെടുക്കുന്നത് അള്ളാഹുവിങ്കൽ വലിയ പദവി നൽകുന്ന കാര്യമാണ്. മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ ശരിയാക്കുക എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ആരോടെങ്കിലും പിണക്കമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യുക. ഹൃദയത്തിൽ പകയുള്ളവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ലെന്ന് നാം നേരത്തെ മനസ്സിലാക്കിയല്ലോ. അതിനാൽ സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും മാന്യമായി പെരുമാറുകയും പിണക്കങ്ങൾ തീർക്കുകയും ചെയ്യുക. ഫാത്തിമ റളിയല്ലാഹു അൻഹയെപ്പോലുള്ള മഹദികൾ കാണിച്ചു തന്ന വിനയവും കാരുണ്യവും നമ്മുടെ ജീവിതത്തിലും പകർത്താൻ ശ്രമിക്കുക. ഖുർആൻ പാരായണത്തിന് ഈ മാസത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പണ്ഡിതന്മാർ ശഅബാൻ മാസത്തെ ഖാരിഉകളുടെ മാസം, ഖുർആൻ ഓതുന്നവരുടെ മാസം എന്നാണ് വിളിക്കാറുള്ളത്. റമളാനിൽ ഖുർആനുമായി കൂടുതൽ അടുക്കാൻ ശഅബാനിൽ തന്നെ ഓതി തുടങ്ങുന്നത് ഗുണകരമാണ്. ഇതിനൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ കാരണമാകും. രാത്രികാലങ്ങളിലെ പ്രത്യേക പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ഈ മാസത്തിൽ അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് ശഅബാൻ പകുതിയാകുന്ന രാത്രിയിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം ഭൂമിയിലേക്ക് ഇറങ്ങിവരുമെന്നും പശ്ചാത്തപിക്കുന്നവർക്ക് പാപമോചനം നൽകുമെന്നും ഹദീസുകളിൽ കാണാം. മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം തുടങ്ങിയ മുൻകാല പ്രവാചകന്മാരും തങ്ങളുടെ ജനതയോട് അള്ളാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു. ആ പാത പിന്തുടർന്ന് വിനയത്തോടെയുള്ള പ്രാർത്ഥനകൾ ശീലിക്കുക. ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും മനോഹരവും വിശ്വാസികൾക്ക് ആവേശം നൽകുന്നതുമായ ഒരു ചരിത്ര സംഭവമാണ് ഖിബ്ലമാറ്റം. മുസ്ലിംകൾ പ്രാർത്ഥനയ്ക്കായി തിരിഞ്ഞു നിൽക്കുന്ന ദിശ മസ്ജിദുൽ അഖ്സയിൽ നിന്നും മക്കയിലെ വിശുദ്ധ കഅബയിലേക്ക് മാറ്റപ്പെട്ടത് ഒരു ശഅബാൻ മാസത്തിലായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം ഏകദേശം 17 മാസത്തോളം ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മസ്ജിദുൽ അഖ്സ തിരിഞ്ഞായിരുന്നു മുസ്ലിംകൾ നിസ്കരിച്ചിരുന്നത്. എന്നാൽ തന്റെ പിതാമഹനായ ഇബ്രാഹിം അലൈഹിസ്സലാം പടുത്തുയർത്തിയ മക്കയിലെ കഅബ ഖിബ്ലയായി ലഭിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായി ആഗ്രഹിച്ചിരുന്നു. അവിടുന്ന് പലപ്പോഴും ആകാശത്തേക്ക് നോക്കി അള്ളാഹുവിൽ നിന്നുള്ള വെളിപാടിനായി കാത്തിരിക്കുമായിരുന്നു. ഒരു ശഅബാൻ മാസത്തിൽ മദീനയിലെ ബനു സലിമ ഗോത്രക്കാരുടെ പള്ളിയിൽ ഉച്ചക്കുള്ള നിസ്കാരത്തിന് നേതൃത്വം നൽകുകയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
നിസ്കാരം പകുതിയായ സമയത്താണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്. താങ്കൾ ഇഷ്ടപ്പെടുന്ന ഖിബലയിലേക്ക് നാം താങ്കളെ തിരിക്കുകയാണ്. അതിനാൽ താങ്കളുടെ മുഖം മസ്ജിദുൽ ഹറാമിന് കഅബ നേരെ തിരിക്കുക എന്ന ഖുർആൻ വചനം അവിടെ വെച്ച് അവതരിക്കപ്പെട്ടു. നിസ്കാരത്തിനിടയിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ദിശയിലേക്ക് തിരിഞ്ഞു. അവിടുത്തെ പിന്തുടർന്ന് പിന്നിലുണ്ടായിരുന്ന സഹാബികളും അതേ ദിശയിലേക്ക് തിരിഞ്ഞു നിന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പ്രമുഖ സഹാബികൾ ആ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു. ഒരു നിസ്കാരത്തിൽ തന്നെ 2 ഖിബലകളിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ച ആ പള്ളി പിന്നീട് മസ്ജിദുൽ ഖിബലതൈൻ, 2 ഖിബലകളുള്ള പള്ളി എന്ന പേരിൽ പ്രശസ്തമായി. മുൻകാല പ്രവാചകന്മാരായ ഇസ്മായിൽ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം എന്നിവരുടെ പാരമ്പര്യത്തിലേക്കുള്ള തിരിച്ചുപോക്കുകൂടിയായിരുന്നു ഈ സംഭവം. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിന്റെയും അള്ളാഹുവിനോടുള്ള സമ്പൂർണമായ വഴിപ്പെടലിന്റെയും അടയാളമായി ഖിബലമാറ്റം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. ഷാബാൻ മാസത്തിന് ഇത്രയേറെ ആദരവ് ലഭിക്കാനുള്ള ഒരു പ്രധാന കാരണവും ഈ ചരിത്ര സംഭവമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ സ്നേഹിച്ചിരുന്ന ഒരു യുവ സഹാബിയായിരുന്നു ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഷാബാൻ മാസത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായി നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് ഒരു സംശയമുണ്ടായി. അവിടുന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഷാബാൻ മാസത്തിൽ അങ്ങ് നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും അങ്ങ് നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇതിന്റെ കാരണം എന്താണ്? അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി ഇസ്ലാമിക ചരിത്രത്തിൽ ഷഅബാൻ മാസത്തിന്റെ സ്ഥാനം വ്യക്തമാക്കുന്ന ഒന്നായിരുന്നു. അവിടുന്ന് പറഞ്ഞു, റജബ് മാസത്തിനും റമളാനിനും ഇടയിലുള്ള ഈ മാസത്തെക്കുറിച്ച് മനുഷ്യർ അശ്രദ്ധാലുക്കളാണ്. എന്നാൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവിലേക്ക് മനുഷ്യരുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണിത്. അതിനാൽ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ മറുപടിയിലൂടെ ആരാധനകളിൽ അലസത കാണിക്കാൻ സാധ്യതയുള്ള ഒരു സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സാധാരണയായി റജബ് മാസത്തിലെ യുദ്ധം, നിഷിദ്ധമായ പവിത്രതയും റമളാനിലെ വ്രതാനുഷ്ഠാനവും ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഇവ രണ്ടിനും ഇടയിലുള്ള ഷഅബാനിനെ പലരും ഗൗനിക്കാതെ പോകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖ സഹാബികൾ ഈ മാസം ഖുർആൻ പാരായണത്തിനും മറ്റുമായി പ്രത്യേകം മാറ്റിവെച്ചിരുന്നു. മറ്റൊരു ചരിത്രപരമായ കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ മുൻവർഷത്തെ റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ വീട്ടാൻ ഷഅബാൻ മാസത്തെ ഉപയോഗിച്ചിരുന്നു എന്നതാണ്. റമളാൻ എത്തുന്നതിന് മുൻപ് തന്നെ കടമകൾ പൂർത്തിയാക്കാൻ മഹദി കാണിച്ച ആ ശുഷ്കാന്തി വിശ്വാസികൾക്ക് വലിയൊരു പാഠമാണ്. ഈ ചരിത്രത്തിൽ നിന്നും ഷഅബാൻ മാസം നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു പരിശോധിക്കുന്ന ഒരു ആത്മീയ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സമയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാം കാണിച്ചു തന്ന ആത്മാർത്ഥമായ സമർപ്പണബോധം ഓരോ കർമ്മത്തിലും വേണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഷഅബാൻ മാസം 15-ാം രാവിനെയാണ് വിശ്വാസികൾ ബറാഅത്ത് രാവ് എന്ന് വിളിക്കുന്നത്. ബറാഅത്ത് എന്ന വാക്കിന് മോചനം എന്നാണ് അർത്ഥം. നരകശിക്ഷയിൽ നിന്ന് വിശ്വാസികൾക്ക് മോചനം ലഭിക്കുന്ന രാത്രിയായതിനാലാണ് ഈ പേര് വന്നത്. ആത്മീയമായി ഏറെ പ്രാധാന്യമുള്ള ഈ രാത്രിയെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായി സഹാബികളെ ഉണർത്തിയിട്ടുണ്ട്. ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം ഭൂമിയിലേക്ക് ഇറങ്ങിവരുമെന്നും പശ്ചാത്തപിക്കുന്നവർക്ക് അവൻ പാപമോചനം നൽകുമെന്നും ഹദീസുകളിൽ കാണാം. ഐഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഒരു സംഭവത്തിൽ ബറാഅത്ത് രാവിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ബഖീ ഖബറിസ്ഥാനിൽ പോയി പരേതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് വിവരിക്കുന്നുണ്ട്. വിശ്വാസികൾക്ക് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാനും ജീവിതത്തിൽ പുതിയൊരു മാറ്റം കൊണ്ടുവരാനുമുള്ള അവസരമാണിത്. വരുന്ന ഒരു വർഷത്തെ മനുഷ്യരുടെ ആയുസ്, മരണം, വിധി തുടങ്ങിയവ രേഖപ്പെടുത്തപ്പെടുന്ന രാത്രിയാണിതെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതിനാൽ തന്നെ നല്ലൊരു ഭാവി ലഭിക്കാനും ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാനും ഈ രാത്രിയിൽ വിശ്വാസികൾ പ്രത്യേക പ്രാർത്ഥനകൾ നടത്താറുണ്ട്. മുൻകാല പ്രവാചകന്മാരായ ഇബ്രാഹിം അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം എന്നിവരുടെ ചരിത്രങ്ങളിലെല്ലാം അള്ളാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുന്നതിന്റെ പ്രാധാന്യം കാണാം. ആ ആത്മീയ പാരമ്പര്യം ഈ രാത്രിയിലെ പ്രാർത്ഥനകളിലും പ്രതിഫലിക്കുന്നു. ബറാഅത്ത് രാവ് കഴിഞ്ഞു വരുന്ന പകൽ ഷഅബാൻ 15 നോമ്പനുഷ്ഠിക്കുന്നത് പുണ്യകരമായ കാര്യമാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികൾ ഈ ദിനത്തിലെ ആരാധനകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. റമളാൻ മാസത്തെ വരവേൽക്കാൻ ആത്മീയമായി ഒരുങ്ങുന്നതിന്റെ ഭാഗമായാണ് വിശ്വാസികൾ ഈ രാത്രിയെ കാണുന്നത്. മുൻപ് നാം സൂചിപ്പിച്ചതുപോലെ വിദ്വേഷവും പകയും ഹൃദയത്തിലുള്ളവർക്ക് ഈ രാത്രിയുടെ ഗുണം ലഭിക്കില്ല എന്നതിനാൽ പരസ്പരം പൊരുത്തപ്പെടാനും ബന്ധങ്ങൾ പുതുക്കാനും ഈ സമയം ഉപയോഗിക്കണം.